ചക്കരലോകത്തും സെയിലിനായി വന്നിരുന്ന റോഡിലൊരു ആനക്കുട്ടിയാണ് കിടപ്പുണ്ട ഒരു ആനക്കുട്ടിയാണ്. നമ്മളിത് ഓട്ടിക്കുമ്പോൾ ഒരു ആനയെ മാച്ച് കൊണ്ടുവന്ന ഫീൽ തന്നെ ഉണ്ട് വണ്ടിക്ക്. 2007 മോഡൽ ടാറ്റ സവാരിയാണ്. തേർഡ് ഓണർ. 1,80,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി എങ്ങനെയുണ്ടെന്നൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ വീഡിയോയിൽ പറയുന്ന വണ്ടിയുടെ ആ ഒരു പ്രത്യേകത കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് വണ്ടിയുടെ ഇപ്പോൾ നിലവിലൊരു കണ്ടീഷനെല്ലാം വെച്ചൊരു വീഡിയോ ആണിത്. നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ലുക്ക് വരുന്നൊരു ബോഡി എല്ലാം തന്നെയാണ്. വലിയൊരു ബോഡി വിഷയങ്ങളൊന്നുമില്ല. നല്ലൊരു ബോഡി ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. ബമ്പറിൽ ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ ഫ്രണ്ടിലൂടെ ഉണ്ട്. പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു കിടിലം ടാറ്റയുടെ ബ്രാൻഡിങ് ബാഡ്ജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് വലിയ രസം തോന്നിയിട്ടുണ്ട് വണ്ടിയിൽ. ആകെ ബമ്പറിൽ ഈ 1-2 സ്ക്രാച്ച് മാത്രമേ ഫ്രണ്ടിൽ ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ ടയർ നോക്കാൻ നമുക്ക് ഏകദേശം അത്യാവശ്യം ഓടാൻ പറ്റിയ ടയറാണ്. ടയർ സൈസ് 16 ടയർ സൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് കയറുമ്പോൾ സൈഡ് പ്രൊഫൈലിൽ ഡ്രൈവർ സൈഡിൽ തന്നെ കയറാൻ വേണ്ടി ഒരു സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം സ്റ്റെപ്പിൽ പിടിച്ചൊക്കെ കയറാൻ പറ്റില്ല. അമ്മാതിരി വലിപ്പമുണ്ട്. നമ്മൾ ആനയെ ചവിട്ടി കയറുന്നൊരു ഫീൽ തന്നെയാണ് അകത്ത് നോക്കുമ്പോഴത്തേക്ക്. പിന്നെ ബാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് ബാക്കിലെല്ലാം പോയി കറങ്ങി വന്നിട്ട് അകത്തെ വിശേഷങ്ങളെല്ലാം നോക്കാം. സൈഡ് പ്രൊഫൈലിൽ നോക്കാൻ വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ബ്ലാക്ക് വണ്ടിയാണ്. ബ്ലാക്കിൻ്റെതായ ചെറിയ 1-2 സ്ക്രാച്ചൊക്കെ ഉള്ളൂ. എങ്കിലും ബാക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം വണ്ടിയിലുണ്ട്. ഒരു ഓഫ് റോഡ് സവാരി എന്നൊരു സ്റ്റിക്കറൊക്കെ ഇവിടെ സൈഡിൽ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 4x4 കാണിക്കുന്നു. പക്ഷേ 4x4 അല്ല, വണ്ടി ഒരു 4x2 LX വേരിയൻ്റാണ്. 4x4 ചുമ്മാ അടിച്ചതേ ഉള്ളൂ. പിന്നെ ബാക്കിൽ നമുക്ക് സ്റ്റെപ്പിന് ടയർ വരുന്ന ഈ ഒരു ഭാഗത്താണ്. ഇവിടെ സ്റ്റെപ്പിന് ടയർ കാണാം. നമുക്ക് ഇവിടെ തന്നെ തുറന്ന് 2 പേർക്ക് വിശാലമായി ഇരിക്കാൻ പറ്റിയ ക്യാബിന്. ഈ ക്യാബിനിൽ കയറാൻ പക്ഷേ കുറച്ച് കഷ്ടപ്പാടാണ്. ഇവിടെ കമ്പിയൊക്കെ ഉണ്ട്. ഇതിൽ പിടിച്ചാണ് കയറി ഇവിടെ ഇരിക്കാം. 2 പേർക്ക് നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു അകത്തെ ക്യാബിനാണ്. പക്ഷേ കാലൊക്കെ ഒന്ന് തട്ടാൻ ചാൻസ്. ഡോറൊക്കെ നല്ല ഹെവി വെയിറ്റ് ഉണ്ട്. ഇപ്പോഴത്തെ വണ്ടികളൊന്നുമല്ല, ഒരു ആന വെയിറ്റ് ആയിട്ട്. സവാരി ടാറ്റയുടെയൊക്കെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിക്ക് നമുക്കിത് അറിയാൻ പറ്റും. ചെറിയൊരു മഴയുണ്ട്. നമുക്കിപ്പം ഈ സൈഡ് നമ്മൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിലും വണ്ടിയിൽ വലിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ടയർ 4 നമുക്ക് 16 സൈസ് വരുന്നത്. അതും അത്യാവശ്യം ഓടാൻ പറ്റിയ കണ്ടീഷനിലുണ്ട്. എടുത്തുറഞ്ഞ ടയർ എന്ന് പറഞ്ഞാൽ യാതൊരു ആവശ്യമില്ല. പിന്നെ വലിയ റീപ്ലേസ് ഒന്നും വണ്ടി പറയത്തൊക്കെ ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ എല്ലാം 2007 റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി പെട്ടെന്ന് വണ്ടിയുടെ അകത്തെ കാഴ്ചകളൊന്ന് കാണാം. നമുക്ക് ഇൻറ്റീരിയൽ നോക്കുമ്പം അത്യാവശ്യം ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പഴയ വണ്ടിയുടേതായ ഒരു കളറും മങ്ങലും കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയൽ പറയത്തൊക്കെ ഉള്ളൂ. ഒരു അത്യാവശ്യം നല്ലൊരു ഫോം വാഷ് ചെയ്ത വൃത്തിയാവുന്ന ഇൻറ്റീരിയലാണ്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ പഴയ സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ലൊരു രസമുണ്ട് പിടിക്കാനും കാര്യങ്ങളൊക്കെ. ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ കംഫർട്ടൊക്കെ നമുക്ക് ഈ സ്റ്റിയറിംഗിൽ നല്ലൊരു കിട്ടും. പിന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓട്ടോ ഫോൾഡിങ് മിററാണ്. പക്ഷേ അതിപ്പോൾ നിലവിൽ വർക്കിംഗ് അല്ലെന്നാണ് തോന്നുന്നത്. ഒരു നോർമൽ സ്റ്റീരിയോ ഉണ്ട് വണ്ടിയിൽ. നിലവിൽ ഈ വണ്ടിയുടെ AC ഇപ്പോൾ വർക്കിംഗ് അല്ല. AC-യിൽ നിന്ന് ഗ്യാസ് ഫില്ലാണ്. അപ്പോൾ നമ്മളത് ഗ്യാസ് എല്ലാം ഫില്ല് ചെയ്താണ് തരുന്നത്. പിന്നെ ഇൻറ്റീരിയറിൽ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ 3 പേര് അടിപൊളി കംഫർട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ബാക്കിൽ നോക്കുന്ന റിയർ AC വെൻ്റൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പല വണ്ടി ഇല്ലാത്ത സാധനമാണ്. 2007 ടാറ്റ സവാരിയിൽ ചെയ്തിട്ടുണ്ട്. റിയർ AC വെൻ്റ് ഉണ്ട്. പിന്നെ നമുക്കൊരു സിഗരറ്റ് കത്തിക്കുന്ന ഒരു ലാമ്പിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാർജിങ് പോർട്ട് ഞാൻ യൂസ് ചെയ്യാൻ പറ്റും. ഈ എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ബോണറ്റ് എങ്ങനെ ഓപ്പൺ ആക്കണം എന്നുള്ളത്. അത് ഇവിടെയാണ്. നമ്മൾ ആക്സിലേറ്റർ പെഡലിനോട് ചേർന്ന് ഇവിടെ ഒരു സിമ്പിൾ കാണാൻ കഴിയും. ഇതൊന്ന് മുകളിൽ വലിച്ചാൽ മതി. ഇവിടെ നേരെ നമ്മൾ കൈ ഇങ്ങനെ വിരൽ തിരിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ഇവിടെ ഒരു ലിവറുണ്ട്. അതിൻ്റെ ലിവറിന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ ആയി കൊടുത്ത് പൊക്കിയാൽ മതി. ഓട്ടോമാറ്റിക് തന്നെ പൊങ്ങി നിന്നോളെ. വേറെ എടുത്ത് നമ്മൾ സാധാ വണ്ടി വയ്ക്കുന്ന എടുത്ത് ഇങ്ങനെ സ്റ്റമ്പ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്യൂൽ ടാങ്കിൻ്റെ വരെ നമ്മൾ ഇരിക്കുന്ന ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ തന്നെ നേരെ ഇവിടെ ഒരു ലിവർ കാണാം. ഇതിനെ ഒന്ന് മുകളിലോട്ട് വലിച്ചാൽ ഫ്യൂൽ ടാങ്ക്, നമ്മുടെ ഡീസൽ ടാങ്ക് ഓപ്പൺ ആവാൻ വണ്ടിയിൽ. അതിൻ്റെ വണ്ടിയുടെ ഇഞ്ചിൻ റൂം. വണ്ടിയുടെ ഇഞ്ചിൻ ഒന്ന് ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ടാക്കി നിങ്ങൾക്ക് ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതിൻ്റെ ബാറ്ററി വരുമ്പോഴത്തേക്ക് വലിയ പഴക്കമൊന്നുമില്ല. 2025 ബാറ്ററിയാണ് ഇപ്പോൾ ഇരിക്കുന്ന വണ്ടി. ബോണറ്റിന് നമ്മൾ നേരെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ വണ്ടി ഇപ്പോൾ നിലവിൽ കസ്റ്റമർ ചോദിക്കുന്ന വില 1,35,000 രൂപയാണ്. 1,35,000 നിങ്ങൾക്ക് വന്ന് വണ്ടി കണ്ട് വണ്ടിയുടെ കണ്ടീഷൻ നോക്കി വില പറഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ കംപ്ലയിൻറ്റ് ഇപ്പോൾ നോക്കണ്ട. നിങ്ങൾക്ക് അതിന് പുറമെ എന്തെങ്കിലും കംപ്ലയിൻ്റൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വർഷത്തിൽ ആളെ കൊണ്ട് നോക്കേണ്ട സൗകര്യം ഇവിടെ ഉണ്ട്. വന്ന് നോക്കി ഫുൾ ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. അത് നിങ്ങൾക്ക് പറയുന്ന വിലയ്ക്ക്, നമ്മൾ ഈ പറയുന്ന വിലയിൽ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എന്തെങ്കിലും കാണും. അപ്പോൾ ഉടൻ തന്നെ താല്പര്യമുള്ള താഴെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വന്നത് ട്രിവാൻഡ്രം കരകുളമാണ്. അപ്പോൾ വീണ്ടും പുതിയ വണ്ടിയുടെ സെയിൽ വീഡിയോയ്ക്ക് വണ്ടിയുടെ അപ്ഡേറ്റിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.